എന്നും നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി റൈസ് ഉണ്ടാക്കാം കേട്ടോ, കോളിഫ്ലവറൊക്കെ വെച്ചിട്ട്. അതിനായിട്ട് തന്നെ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആഡ് ചെയ്യണം കേട്ടോ. നെയ്യ് മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 4 ഗ്ലാസ് അരി നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഇത് ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. ഇനി അരി ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരി ഓയിലൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കണത് കേട്ടോ. 4 ഗ്ലാസ് അരിക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അരി ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച കാരണമാണ് ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഓപ്പൺ ആക്കി നോക്കാം. നമ്മൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി റൈസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൽ ആഡ് ചെയ്യാനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യണത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്യാം. മാഗി ക്യൂബ് നന്നായിട്ട് ഈ സവോളയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതിനായിട്ടൊരു വലിയ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് കുറച്ച് വേവുള്ള കാരണം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ക്യാരറ്റ് വേവിച്ചെടുക്കാം. ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ബീൻസൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ, ഈ വെജിറ്റബിൾസിനുള്ള. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഇതിൽ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്. വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ 2 മസാല മാത്രം ഞാൻ ഈ റൈസിൽ ആഡ് ചെയ്യണത്. മസാലയുടെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയനാണ് ആഡ് ചെയ്യണത്. അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ മിക്സ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ചോറിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള റൈസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.